ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നും നല്ലൊരു വ്ളോഗാണ് ഷെയർ ചെയ്യുന്നത്. ഇന്നത്തെ വ്ളോഗിൽ സ്പെഷ്യലായിട്ട് പഴയ കാർഡ്ബോർഡൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ക്രാഫ്റ്റ് ഐഡിയയും കൂടി ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ നോക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വ്ളോഗിലോട്ട് പോകാം. നമുക്ക് എവിടേക്കെങ്കിലും പോകാനൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു പ്രത്യേക ഇൻട്രസ്റ്റ് ആയിരിക്കും ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ. അപ്പോൾ ഇന്ന് ഇതൊക്കെ റെഡിയാക്കിയിട്ട് നമുക്കൊന്ന് പുറത്ത് പോകാനുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ഞാൻ പ്രഷർ കുക്കറിൽ ഉണ്ടാക്കിയുള്ള ചിക്കൻ കറിയും അതുപോലെ നീർദോശയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പം ആ തിരക്കിൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതിൻ്റെ കൂടെ ഞാൻ ഉച്ചത്തേക്കുള്ള ഫുഡും കൂടി റെഡിയാക്കുകയാണ്. ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതാവുമ്പോൾ പെട്ടെന്ന് റെഡി ആവുമല്ലോ. അതിൻ്റെ കൂടെ ഞാൻ രാവിലത്തെ ചിക്കൻ കറി ഉണ്ടാക്കുമ്പം ചെറിയൊരു ബ്രസ്റ്റ് പീസ് അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഫ്രൈഡ് റൈസിൻ്റെ കൂടെ സൈഡായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം വെള്ളത്തിൽ സോക്ക് ചെയ്ത് വയ്ക്കുകയാണ്, അരി സോക്ക് ചെയ്ത് വയ്ക്കുകയാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ കിച്ചണിൽ കയറുന്നത് കേട്ടോ. അങ്ങനെ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ക്ലീനിങ്ങൊക്കെ നടക്കുന്നുണ്ട്. മാലി വന്നിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ലീനിങ്ങൊക്കെ റീനുവാണ് ചെയ്യുന്നത്. അപ്പോൾ അരി വേവിക്കാനുള്ള വെള്ളം അവിടെ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക, പിന്നെ ഓയിലും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ പിന്നെ അങ്ങനെ ഇത് കാര്യമായിട്ട് ഉണ്ടാക്കാത്തതുകൊണ്ട് ഞാൻ പിന്നെ ഓയിലൊന്നും ചേർത്തില്ല. ഓയിൽ ചേർത്തിട്ടുണ്ടെങ്കിൽ അരി ഇങ്ങനെ ഒട്ടിപ്പിടിക്കാണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. പിന്നെ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു ഫ്രൈഡ് റൈസിൻ്റെ വേവ് ഉണ്ടല്ലോ, ആ ഒരു വേവ് നോക്കിയിട്ട് എടുക്കുക കേട്ടോ. ഞാൻ ഒരുപാട് തവണ പല വീഡിയോസിലും ഷെയർ ചെയ്തിട്ടുണ്ടത്, അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. പിന്നെന്താ, ഫ്രൈഡ് റൈസിലോട്ടുള്ള സ്പ്രിംഗ് ഓണിയനും ക്യാരറ്റൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. നമ്മൾ മിക്ക വീക്കെൻഡ്സിലും അങ്ങനെ എവിടേക്കും പോകാറൊന്നുമില്ല. പിന്നെ വല്ല പ്രൊമോഷൻസൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെ പോകാമെന്നല്ലാണ്ട് നമ്മൾ ഔട്ടിങ്ങിന് അങ്ങനെ പോകാറില്ല. അപ്പോൾ ഇതിപ്പം ഇന്ന് എന്തോ അങ്ങനെ പറഞ്ഞു നമുക്കൊന്ന് പുറത്തൊന്ന് പോവാം, മെട്രോയിലൊക്കെ ഒന്ന് പോകാമെന്ന് പറഞ്ഞു. റൂഹിയാണെങ്കിൽ ഇതുവരെ ട്രെയിനിൽ കയറിയിട്ടില്ല. അപ്പം അതിങ്ങനെ ടി വിയിലൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിൽ ഇങ്ങനെ കണ്ടിരിക്കും. അപ്പോൾ റൂഹിനൊന്ന് കാണിച്ചു കൊടുക്കാം. അതുപോലെ റോസുവിനും ഇങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ചൂടാറിയിട്ട് വേണം നമ്മൾ ഫ്രൈഡ് റൈസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട്, എന്നാലും നല്ല പെർഫെക്റ്റായിട്ട് കിട്ടുള്ളൂ. ബ്രെയിനും അവിടെ ക്ലീനിങ്ങിലാണ്. എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്, അതായത് പ്രൊമോഷൻസിനൊക്കെ വേണ്ടിയിട്ട് പോകുമ്പോൾ ഇക്കാണെങ്കിലും മക്കളാണെങ്കിലും ഒത്തിരി ഇൻട്രസ്റ്റ് ഇല്ലാണ്ടായിരിക്കും വരുന്നത്. പക്ഷേ ഇപ്പോൾ ഇന്നിപ്പം റീനുവാണെങ്കിലും റോസുവിനാണെങ്കിലും നമ്മൾ പുറത്തേക്ക് ഇങ്ങനെ അതിനായിട്ടല്ല, പ്രൊമോഷനായിട്ടല്ല, വെറുതെ കറങ്ങാൻ പോകുകയെന്ന് പറയുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. എല്ലാം റെഡിയാക്കാനും എല്ലാത്തിനും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അപ്പം ചോറ് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നേരത്തെ കാലത്ത് ചോറൊക്കെ റെഡിയാക്കിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്, അല്ല കഴിച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. ഓയിൽ ചൂടാക്കുക, അതിലോട്ട് സ്പ്രിംഗ് ഓണിയൻ ഇട്ട് കൊടുക്കുക. പിന്നെ സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പാർട്ട് ആദ്യം ഇട്ടിട്ടില്ല കേട്ടോ. പിന്നെ ക്യാരറ്റ് ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും ഇട്ട് കൊടുത്തൊന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ ഞാൻ ഇതിലോട്ട് ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഫ്രോസൺ ഗ്രീൻ പീസാണ്. അപ്പം ഫ്രോസൺ ഗ്രീൻ പീസ് മുമ്പ് ഞാനൊരു വ്ളോഗിൽ കാണിച്ചപ്പം പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെങ്ങനെയാണ് യൂസ് ചെയ്യാമെന്ന്. ഫ്രോസൺ ഗ്രീൻ പീസ് ജസ്റ്റ് ചൂടുവെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വയ്ക്കുക. ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചാൽ മതി കേട്ടോ. എന്നിട്ട് നേരെ നമുക്ക് ഇതിലോട്ട് യൂസ് ചെയ്യാം. അത് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, വേറെ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, നേരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ പുതിയ ഇരുമ്പിൻ്റെ ചട്ടിയാണ്, കാസ്റ്റ് അയൺ പാനാണ്. പിന്നെ ഇതിലോട്ട് സോയ് സോസും കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷമാണ് ഗ്രീൻ പീസ് വെള്ളത്തിൽ സോക്ക് ചെയ്തത്, ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഒരു 5 മിനിറ്റ് മാത്രം ഒന്ന് സോക്ക് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോഴേക്കും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കാസ്റ്റ് അയൺ പാനിൻ്റെ ഈ ഒരു പിടുത്തുണ്ടല്ലോ, ഹാൻഡിൽ ചൂടുണ്ടാവുമെന്ന് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചൂടൊന്നുമില്ല കേട്ടോ. നമ്മളെ കൈ ചൂടാവുന്നില്ലായിരുന്നു, നമുക്ക് പിടിക്കാൻ പറ്റുന്ന പരുവത്തിൽ തന്നെയാണ്. അപ്പോൾ ഞാൻ അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത ശേഷം നമ്മുടെ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് ഉണ്ടല്ലോ, നീളത്തിൽ കട്ട് ചെയ്തതും അതിൻ്റെ കൂടെ സോയ് സോസും കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് ഒന്നങ്ങോട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്രൈഡ് റൈസും ഈ ചിക്കൻ്റെ സൈഡ് ഡിഷും ഒരുമിച്ചാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. പിന്നെ ഉപ്പ് ചേർത്ത് കൊടുത്തു ഫ്രൈഡ് റൈസിലോട്ട്.
സ്പ്രിംഗ് ഓണിയൻ്റെ ഗ്രീൻ പാർട്ട് ചേർത്ത് കൊടുത്തു. എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. പിന്നെ നമ്മുടെ ചോറ് വേവിച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. അതിൻ്റെ മുകളിൽ പിന്നെ വീണ്ടും സോയ് സോസും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തു. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്യുക. സ്പ്രിംഗ് ഓണിയൻ ലാസ്റ്റ് മുകളിലിട്ട് കൊടുക്കുക. കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ലാസ്റ്റ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചിക്കൻ ഇങ്ങനെ വഴറ്റിയെടുത്തിട്ട് ചിക്കൻ മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഫ്രൈ ആക്കി എടുക്കുന്നില്ല, ചിക്കൻ ഡീപ്പ് ഫ്രൈ ആക്കി എടുക്കുന്നില്ല, അങ്ങനെ ഷാലോ ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെക്കുകയാണ്. പിന്നെ ഇതൊരു എന്താ പറയുക, ചൈനീസ് സ്റ്റൈലല്ല, പക്ഷേ നമ്മളൊരു നോർമൽ കേരള ടച്ച് വരുന്ന ഒരു ചിക്കൻ ഡിഷാട്ടോ. ഈ ഫ്രൈഡ് റൈസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്നൊരു ചിക്കൻ ഡിഷാണ്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. മുകളിൽ കുറച്ചും കൂടി സ്പ്രിംഗ് ഓണിയൻ ചേർത്ത് കൊടുത്തു, അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചിക്കൻ റെഡി ആയിക്കണമല്ലോ. ഇനി നമുക്ക് ഈ ചിക്കനിലോട്ട് ആവശ്യമുള്ള തക്കാളി 2 തക്കാളി എടുത്തിട്ടുണ്ട്, ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഫ്രൈഡ് റൈസിലോട്ട് മുട്ട ഒന്ന് ചിക്കി ഇട്ട് കൊടുക്കാനുണ്ട്. അപ്പം അത് ആദ്യം ഈ ഒരു പാനിൽ നമുക്കൊന്ന് മുട്ട ചിക്കിയിട്ട് അതിലിട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിൽ ചിക്കൻ റെസിപ്പി റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് സോയ് സോസും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ മുട്ട ചിക്കുന്നതിലേക്ക്. എന്നിട്ട് നമ്മുടെ ഫ്രൈഡ് റൈസിൻ്റെ മുകളിലിട്ട് കൊടുക്കുക. ഇനി നമുക്ക് ആ പാനിലോട്ട് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഈ തക്കാളി ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കുക. ഒന്നുകൊണ്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതിങ്ങനെ അടി പിടിച്ച പോലെ ഉണ്ട് കേട്ടോ. ആദ്യത്തെ യൂസ് ചെയ്യുക നമ്മുടെ ഈ ഒരു സ്കില്ലറ്റ്, ഈ കാസ്റ്റ് അയൺ സ്കില്ലറ്റ്. അപ്പോൾ ഇതിലോട്ട് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. ഒന്ന് നന്നായിട്ട് സോഫ്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്ക് നമ്മുടെ തക്കാളി നല്ലോണം സോഫ്റ്റ് ആയിട്ടുണ്ട്. നന്നായിട്ട് ഉടച്ചെടുക്കുക. അതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഇരുമ്പിൻ്റെ ചട്ടി ആയതുകൊണ്ട് തന്നെ നല്ല രസമുണ്ട് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. നല്ലൊരു എന്താ പറയുക, നമുക്കൊരു ടേസ്റ്റൊക്കെ തോന്നുന്നുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ. അപ്പം നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കുക. ചിക്കന് വല്ലാണ്ട് വെന്തിട്ടില്ലായിരുന്നു നേരത്തെ, നമ്മൾ ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടി മുകളിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി മിക്സ് ചെയ്യുക. നല്ല ടേസ്റ്റ് ആട്ടോ ഈ ഒരു സംഭവം. ഒരു നാടൻ ടച്ച് വരുന്ന ഒരു ചൈനീസ് ഡിഷ് വേണമെങ്കിൽ പറയാം, കാരണം നമ്മൾ സോസുകളൊക്കെ ഒഴിച്ചിട്ടുണ്ടല്ലോ. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് കുത്തി ഉടച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ കാസ്റ്റ് അയണിൻ്റെ പാൻ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം ചെറുതായിട്ടൊന്ന് അടി പിടിച്ചിട്ടുണ്ട്. എന്നാലും ടേസ്റ്റിൽ ഒരു മാറ്റവും ഇല്ല കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ഒരു കുക്കിങ്ങും ഇഷ്ടപ്പെട്ടു. ഞാൻ അങ്ങനെ കാസ്റ്റ് അയൺ പാൻസ് ഒന്നും അധികം യൂസ് ചെയ്യാത്തതാണ്, വല്ലപ്പോഴും മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. പക്ഷേ എനിക്കത് ഇഷ്ടമായി. അപ്പോൾ ഇതാ നമ്മുടെ ഫ്രൈഡ് റൈസും ഈ ഒരു ചിക്കൻ റോസ്റ്റും അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ ചോറ് കഴിച്ച ശേഷം നമ്മൾ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ ഈ ഒരു വീഡിയോയിൽ ലാസ്റ്റ് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ക്രാഫ്റ്റ് ഞാൻ അതിന് ശേഷം ഉണ്ടാക്കിയതാണ്, രാത്രിയിൽ ഉണ്ടാക്കിയ ക്രാഫ്റ്റാണ്. അതായത് ആമസോണിൽ നിന്ന് ഈ ഒരു ഇത് വന്നിരുന്നല്ലോ, നമ്മുടെ കാസ്റ്റ് അയണിൻ്റെ പാന് വന്നിരുന്നല്ലോ. അപ്പോൾ അത് ഇങ്ങനെ ഒരു ബോക്സിലായിരുന്നു വന്നത്. അപ്പോൾ ഇങ്ങനത്തെ ബോക്സ് ഇങ്ങനെ 1-2 ഇവിടെ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി ഇതൊന്നും ഉണ്ടാക്കാമെന്ന്. ഞാൻ മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, നമ്മുടെ വേറെ ചാനലുണ്ടല്ലോ അതിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇത്രയും വലിയ ബോക്സാണ്, നമുക്ക് അത്രയും വലുപ്പം വേണ്ട. അപ്പോൾ ഞാൻ പകുതിയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി പകുതി ഇതേപോലെ നമുക്ക് വേറെയും ഉണ്ടാക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ ഈ ഒരു സൈഡ് നമുക്കൊന്ന് ഒട്ടിച്ച് കൊടുക്കാണ്ട്. അപ്പോൾ 2 കാർഡ്ബോർഡ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഒരു ലെങ്ത്തിൽ കട്ട് ചെയ്തിട്ട് അത് ഒട്ടിച്ച് കൊടുക്കുകയാണ്. ഇതിന് ഗ്ലൂ ഗൺ വേണം കേട്ടോ, അത് നിർബന്ധമാണ്. ഗ്ലൂ ഗൺ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ക്രാഫ്റ്റാണ് കേട്ടോ. ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ്. നമ്മൾ ഷെൽഫിൽ നമുക്ക് ഈ ഒരു ഷേപ്പിൽ തന്നെ അല്ലാണ്ട് വേറെ ഷേപ്പിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഈ കുട്ടികളുടെ ഡ്രസ്സുകൾ, സോക്സ്, അങ്ങനെ ചെറിയ ചെറിയ ഐറ്റംസൊക്കെ എടുത്ത് വെക്കാനൊക്കെ നല്ലൊരു ബോക്സാട്ടത്. പിന്നെ ഇതിനകത്ത് നമുക്ക് ഒരു പാർട്ടീഷൻ കൊടുക്കാൻ വേണ്ടി ചെറിയ ചെറിയ ഇതുപോലെ കാർഡ്ബോർഡ് കട്ട് ചെയ്തെടുക്കാനുണ്ട്. അതൊക്കെ നിങ്ങൾ ചെയ്യുമ്പം നിങ്ങളുടെ അടുത്തുള്ള കാർഡ്ബോർഡിൻ്റെ സൈസ് അനുസരിച്ച് വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ കട്ട് ചെയ്യുമ്പോൾ അവിടെ ആ ടേബിൾ മേലെ വര വീണിട്ടുണ്ടായിരുന്നു, പിന്നെ ഞാൻ ശ്രദ്ധിച്ചത്. അപ്പോൾ വല്ലാണ്ട് അമർത്തി കട്ട് ചെയ്യാൻ വയ്യ. പിന്നെ ഇതുപോലെ ഒരു എന്താ പറയുക, ഇങ്ങനെ ഒരു ഷീറ്റ് വാങ്ങിക്കാൻ കിട്ടും, ഇങ്ങനെ റോളായിട്ട് കിട്ടും. ഇത് സ്റ്റിക്കറാണ്, സ്റ്റിക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതില്ലാന്നാണെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ പഴയ തുണികളൊക്കെ ഉണ്ടാവില്ലേ, നല്ല ഭംഗിയുള്ള കോട്ടൻ്റെ തുണികളൊക്കെ, അപ്പോൾ ഗ്ലൂ ഗണ്ണും ആ തുണികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ പുസ്തകമൊക്കെ കവർ ചെയ്യുന്ന പോലെയാണ് ഇത് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിനിപ്പം ഭംഗി വേണ്ടാന്നാണെങ്കിൽ നമ്മൾ പുസ്തകം കവർ ചെയ്യുന്ന ഒരു ബ്രൗൺ ഇതുണ്ടല്ലോ, റോളില്ലേ, അത് വെച്ചിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഗ്ലൂ ഗൺ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇതിപ്പം ഗ്ലൂ ഗൺ ഇല്ലാണ്ടാണ് നമ്മളിപ്പോൾ ഒട്ടിക്കാൻ പോകുന്നത്. ഈ സ്റ്റിക്കർ ആയതുകൊണ്ട് നമുക്കതങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ മതി.
അപ്പോൾ ഇതുപോലെ നമ്മൾ കാർഡ്ബോർഡൊക്കെ ഒരുപാട് നമ്മൾക്ക് വീട്ടിലിങ്ങനെ വെറുതെ കിടപ്പുണ്ടാവും. ഷൂ കൊണ്ടുവന്ന ബോക്സുകൾ, അങ്ങനെ ഡ്രസ്സ് കൊണ്ടുവന്ന ബോക്സുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ഷെൽഫിൻ്റെ അകത്തുള്ള ഓർഗനൈസറായിട്ട് യൂസ് ചെയ്യാം. ഡ്രസ്സൊക്കെ വെക്കാൻ, അതൊക്കെയാണ് മെയിനായിട്ട്. ഇങ്ങനെയൊക്കെ വെക്കുമ്പം പിന്നെ കുട്ടികളുടെ കുഞ്ഞു കുഞ്ഞ് ഫാൻസി ഐറ്റംസ് അങ്ങനെയൊക്കെ വെക്കാൻ ഇതൊക്കെ യൂസ് ചെയ്യാം. എൻ്റെ അടുത്ത് ഇവിടെ 1-2 ഉണ്ട് കേട്ടോ. ഞാനിങ്ങനെ ഉണ്ടാക്കിയത് ഞാൻ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ വ്ളോഗിൽ. ഈ ഒരു ചാനലിലല്ലായിരുന്നു അത്. പിന്നെ ഇതുപോലത്തൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു എന്താ പറയുക, ഒരു ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് വേണം ചെയ്യാൻ. മക്കളുള്ള അമ്മമാരൊക്കെ ആണെങ്കിൽ അവർ ഉറക്കി കിടത്തിയിട്ട് വേണം ചെയ്യാൻ. ഞാനിപ്പോൾ ഇത് ഒരുപാട് തവണ എണീറ്റ് പോകേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഓരോ കാര്യത്തിനായിട്ട്. മക്കളുടെ കാര്യത്തിനാണെങ്കിലും മിക്കയുടെ കാര്യത്തിനാണെങ്കിലൊക്കെ. അപ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഒരു പെർഫെക്ഷൻ കുറവ് നല്ലോണം ഉണ്ട്. അപ്പോൾ പെർഫെക്ഷനിൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സംഭവം തന്നെയാണ്. പക്ഷേ എൻ്റെ നോക്കണ്ട. അപ്പോൾ ഞാനിത് എങ്ങനെയെങ്കിലും ഒന്ന് തുടങ്ങി വെച്ച സ്ഥിതിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് തീർക്കണമല്ലോ എന്ന് വിചാരിച്ച് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ അത് സമാധാനത്തിൽ വേണം. ഇത് ഒട്ടിക്കുമ്പോഴൊക്കെ നല്ല എയർ ബബിൾസ് ഒന്നും കുടുങ്ങാണ്ട് പതുക്കെ വേണം ഒട്ടിക്കാൻ. അപ്പോൾ അതിനുള്ളൊരു സാവകാശം ഇവിടെ ഇല്ലായിരുന്നു. അപ്പുറത്ത് റൂയിമോൾ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഗ്ലൂ ഗണ്ണും അവളും കൂടി ശരിയാവില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ടെൻഷനില്ല. അതിൻ്റെ ഇടയ്ക്കൂടെ വീഡിയോ എടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം കൂടി അതിൻ്റെ റെഡി ആവുന്നില്ലായിരുന്നു. എന്നാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം കേട്ടത്. മക്കളൊക്കെ ഉറങ്ങിയ ശേഷം വേണം അമ്മമാർ ചെയ്യാൻ കേട്ടോ. ചെറിയ കുട്ടികളുള്ള അമ്മമാരാണെങ്കിൽ. അപ്പോൾ അതാ ഗ്ലൂ ഗണ്ണിൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അപ്പം അതിലെ ഒരു ഗണ്ണിൻ്റെ അകത്തുള്ള പശ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടാമത് പശ വീണ്ടും വെച്ചു. അപ്പോൾ അതാ നമ്മൾ ഫൈനൽ സ്റ്റേജിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കാർഡ്ബോർഡിൻ്റെ ഒരു സൈഡിൽ ചെറിയൊരു സ്പേസ് വന്നിട്ടുണ്ട്. കട്ട് ചെയ്തപ്പം ആ ഒരു മെഷർമെൻറ്റ് കുറച്ച് മാറിപ്പോയി കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങൾ പെർഫെക്റ്റായിട്ട് അളന്ന് മെഷർ ചെയ്തിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ നമ്മുടെ സംഭവം കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ വെച്ച് നിർത്താം. ഇനി ഇതൊന്നുകൂടെ മൊഞ്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ എന്തെങ്കിലും ടേപ്പ് വെച്ചിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യാം. എൻ്റെ അടുത്ത് പിന്നെ ഈ ഒരു സംഭവം ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ മുമ്പ് വേറൊരു സംഭവത്തിനായിട്ട് വാങ്ങിച്ചതായിരുന്നു. അപ്പോൾ അത് ഞാനിത് അതിന് ചുറ്റും ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഗ്ലൂ ഗൺ വെച്ചിട്ട് തന്നെ ഒട്ടിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പം കുറച്ചുകൂടെ നല്ലൊരു അട്രാക്ഷൻ തോന്നി ഇങ്ങനെ ചെയ്തപ്പോൾ. അപ്പം വീഡിയോയിൽ കാണുന്ന പോലെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കാർഡ്ബോർഡ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സ്റ്റോറേജ് ബോക്സാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റോറേജ് ബോക്സ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളിതാ മെട്രോയിലോട്ടാണ് പോകുന്നത്. ഉച്ചയ്ക്ക് ശേഷമായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പറഞ്ഞല്ലോ റൂയിമോൾ ഇതുവരെ ട്രെയിനിൻ്റെ അകത്ത് കയറിയിട്ടില്ല. അപ്പം ആ ഒരു ത്രില്ലുണ്ട് അവൾക്ക്. നമ്മൾ ട്രെയിനിൽ പോകാമെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അതുപോലെ റോസുവിനാണെങ്കിലും ഇങ്ങനെ മെട്രോയിലും ട്രാമിലൊക്കെ പോകുന്നത് ഭയങ്കര ഇൻട്രസ്റ്റാണ്. റീനിന് അത്ര ത്രില്ലില്ലെങ്കിലും ഇങ്ങനെ പുറത്ത് പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ്. ദുബായിലോട്ടൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാട്ടോ കുട്ടികൾക്ക്. അപ്പോൾ ഇതാ ആ ഒരു ത്രില്ലാണ് കാണുന്നത്. റോയിൻ്റെ കളിയും ഇതൊക്കെയാണ് കാണുന്നത്. അപ്പോൾ നമ്മളവിടെ എത്തുന്ന സമയത്ത് തന്നെ അവിടെ ട്രെയിൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം മുമ്പൊരിക്കലും ഇതേപോലെ ഇക്കാടെ ഉമ്മാനെ കൂട്ടിയിട്ട് നമ്മൾ ഇതേപോലെ മെട്രോയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ട്രെയിനിൽ കയറാൻ നേരത്ത് റീനും ഇക്കാടെ ഉമ്മയും കൂടി വേഗം കയറി അകത്ത്. അപ്പോഴേക്കും ഡോറ് ക്ലോസായി. നമ്മൾ പുറത്തുമാണ് നിൽക്കുന്നത്. ആകെ ടെൻഷനായിരുന്നു അന്ന്. കാരണം രണ്ടുപേരെടുത്തും ഫോണില്ല. അങ്ങനെ ഭാഗ്യത്തിന് അവർ അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ അടുത്ത ട്രെയിനിൽ കയറിയിട്ട് പിന്നെ നെക്സ്റ്റ് സ്റ്റേഷനിൽ നമ്മളും ഇറങ്ങി. അത് ഭാഗ്യത്തിന് അങ്ങനെ ഇറങ്ങാൻ അവർക്ക് തോന്നിയതുകൊണ്ട്. അല്ലെങ്കിൽ പിന്നെ അവർ എവിടെയെങ്കിലും പോയി ഇറങ്ങും, നമ്മളും അറിയില്ലല്ലോ. ഫോണും ഇല്ല അവരുടെ അടുത്ത്. റീനാണെങ്കിൽ ചെറിയ കുട്ടിയായിരുന്നു അന്ന്, അത്ര പ്രായമില്ലായിരുന്നു. അപ്പം ഭാഗ്യത്തിന് അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങിയതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റി. ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് റൂയിമോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കാണാൻ പറ്റും. എയ്റോപ്ലെയിൻ കാണുന്നതും അതുപോലെ അതിൽ യാത്ര ചെയ്യുന്നതും ആ ഒരു അത്രയും എക്സൈറ്റഡ് ആയിട്ട് നോക്കുന്നതൊക്കെ. അവൾക്ക് പൊതുവേ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇങ്ങനെ ടി വിയിൽ കണ്ടിട്ടേ. അപ്പം ട്രെയിനിൽ പോകുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ നമ്മൾ ഇതിനകത്ത് ഒരു സാധാരണ നമ്മൾ മെട്രോയിലൊക്കെ പോകുമ്പോൾ ഒരു 2 സ്റ്റോപ്പൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി അവിടെയുള്ള ഷോപ്പിംഗ് സെൻറ്ററിൽ എവിടെയെങ്കിലുമൊക്കെ പോവും. വണ്ടി നമ്മൾ ഒരു സ്റ്റേഷനിൽ നിർത്തിയിട്ട് അങ്ങനെയാണ് പോവാറ്. പക്ഷേ ഇത്തവണ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ കുറേ ദൂരം പോയി. ഒരു മണിക്കൂർ നമ്മൾ ഇതിൻ്റെ അകത്തിരുന്നു, ട്രെയിനിൻ്റെ അകത്തിരുന്നു. എന്നിട്ട് നമ്മൾ ട്രാമിൽ കയറി. എല്ലാം കൂടി ആയപ്പം ഫുൾ യാത്ര തന്നെയായിരുന്നു. വേറെ ഒന്നും കാണാനില്ലല്ലോ. കുട്ടികൾക്കൊക്കെ ഭയങ്കര ബോറിങ്ങായി. കുട്ടികളെക്കാളും കൂടുതൽ എനിക്ക് ഭയങ്കര ബോറടിച്ചു. ഇങ്ങനെ ഒരുപാട് നേരം ഇരിക്കുന്നൊന്നും ഇഷ്ടമല്ല.
അങ്ങനെ കുറേ ഇരുന്ന് നമ്മളൊരു മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങി അവിടുന്ന് ട്രാമിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങിയത് കേട്ടോ. അവിടെ സത്യം പറഞ്ഞാൽ നമ്മളെല്ലാവരും ആദ്യമായിട്ടാണ് ട്രാമിൽ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ദുബായിലുള്ളവർക്കൊക്കെ വലിയ ഇതായിരിക്കും, കാരണം അവർ സ്ഥിരം പോകുന്ന ഒരു സംഭവമാണ് ട്രാം. പക്ഷെ നമ്മൾ അങ്ങനെ എപ്പോഴും ദുബായിലൊന്നും കറങ്ങാനൊന്നും വരാറില്ല. അത് പറയുന്നതിലൊരു തെറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഞാനും മക്കളും ഇക്കൊക്കെ ആദ്യമായിട്ടാണ് ട്രാമിൽ പോകാൻ പോകുന്നത്. പിന്നെ സത്യം പറഞ്ഞാൽ ഇന്നത്തെ ഈ ഒരു യാത്ര ഭയങ്കരമായിട്ട് ബോറിംഗ് ആയിരുന്നു. കാരണം നമ്മൾ ഒന്നുമില്ല, മെട്രോയിൽ ഇറങ്ങി ട്രാമിൽ കയറി ഈ യാത്ര തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ഈവൻ ഷോപ്പിംഗ് സെൻറ്ററിൽ വരെ പോകാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. കാരണം അത്രയും ദൂരം നമ്മൾ പോയിട്ട് പിന്നെ ഷോപ്പിംഗ് സെൻറ്ററുകളിൽ പോവുകയാണെങ്കിൽ തിരിച്ച് നമ്മൾ വന്ന വഴീനെ നമുക്ക് തിരിച്ച് പോകും വേണം ഇതേപോലെ, കാരണം വണ്ടി എടുക്കുന്നത് അപ്പുറത്താണ്. അപ്പോൾ ഇതിപ്പോൾ ട്രാമിലാട്ടോ. ട്രാമോ മെട്രോ നമ്മൾ ട്രെയിനിൽ കയറുന്ന പോലെ തന്നെയാണ്, റോഡിലുള്ള ഒരു ട്രെയിൻ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ വലിയ പ്രത്യേകിച്ചൊന്നുമില്ല. അങ്ങനെ ഭയങ്കര ബോറിങ്. ഞാൻ ഇക്കാനോട് പറയുകയും ചെയ്തു, ഇങ്ങനെയും നമ്മളെ പണിഷ് ചെയ്യേണ്ടിയില്ലായിരുന്നു, എന്നും ഇങ്ങനെ ശല്യപ്പെടുത്താറുണ്ട്, പുറത്ത് കൊണ്ടുപോകുന്നില്ല പറഞ്ഞിട്ട്. അപ്പോൾ ഭയങ്കരമായിട്ടുള്ളൊരു കൊണ്ടുപോകലായിപ്പോയത്. പിന്നെ നമുക്ക് അവിടുന്ന് ഷോപ്പിംഗ് സെൻറ്ററിൽ പോകാമായിരുന്നു, പക്ഷേ പിന്നെ ഇനിയും ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ അത്രയും ദൂരം തിരിച്ച് വരണമല്ലോ. അപ്പോൾ അതും കൂടി ആലോചിച്ചപ്പോൾ വിചാരിച്ചു വേണ്ട മതിയെന്ന്. അപ്പോൾ ട്രാമിൽ നിന്ന് നമ്മൾ ഇറങ്ങിയിട്ട് അങ്ങനെ നടന്നു നോക്കിയപ്പം പ്രത്യേകിച്ച് ഒന്നുമില്ലായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ അവിടുന്ന് തിരിച്ച് ട്രാമിൽ കയറിയിട്ട് വീണ്ടും ട്രെയിനിൽ കയറി. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വ്ളോഗിലുള്ളത്. എല്ലാവർക്കും ഇഷ്ടമായിട്ടാണെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ, താങ്ക് യു.